പ്രിയ ബസ് തൊഴിലാളി സുഹൃത്തുക്കളെ, ഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന PCC നമ്മൾ തൊഴിലാളികൾക്ക് എന്തിൻ്റെ ആവശ്യമാണുള്ളത്? നമ്മളെ പൊതുജനങ്ങളുടെ മുമ്പിൽ, നമ്മുടെ യാത്രക്കാരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ക്രിമിനലുകളും ഗുണ്ടകളുമായി തരം താഴ്ത്തുന്നതിനും നമ്മുടെ ആ തൊഴിൽ മേഖലയെ നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിമിനലുകളായ അന്യസംസ്ഥാന തൊഴിലാളികൾക്കോ ഭായിമാർക്കോ ഇവിടെ വന്ന് ഇതേമാതിരി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അവർക്ക് പോലും ഇവിടെ PCCയുടെ ആവശ്യമില്ല. എന്തിന്? മറ്റ് ഗതാഗത മേഖലയിൽ ജോലി ചെയ്യുന്ന ഓട്ടോ, ടാക്സി അങ്ങനെയുള്ള ഒരു മേഖലകളിലും ഇന്ന് PCCയുടെ ആവശ്യമില്ല. രാഷ്ട്രീയക്കാരിലും അതുമാതിരി തന്നെ ഉദ്യോഗസ്ഥരിലും എന്തിന് പ്രത്യേകിച്ച് പറയുന്നു? നമുക്ക് PCC നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ വരെ ക്രിമിനലുകൾ അടക്കി വാഴുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കാർക്കും ഇന്ന് PCCയുടെ യാതൊരുവിധ ആവശ്യകതയുമില്ല. ഇത് നമ്മുടെ മക്കളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, പൊതുജനങ്ങളുടെ മുമ്പിൽ നമ്മൾ തൊഴിലാളികളെ വെറും മോശപ്പെട്ടവരായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ്. ഈ നിയമത്തിനെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ തൊഴിലാളികൾ എല്ലാവരും ഒന്നടങ്കം തന്നെ പ്രതിഷേധിച്ച് അതിനുവേണ്ടി സമരത്തിനായിട്ട് മുന്നോട്ട് വരണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ സഹോദരങ്ങള് ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളിൽ ജോലി ചെയ്യുന്നവര് തൊഴിൽ നഷ്ടപ്പെട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അവരെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ സമരം ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടി ഓർക്കണം. അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഉണ്ടായിരുന്ന തൊഴിൽ മേഖല വീണ്ടും തിരിച്ചു വരണം. അതോടൊപ്പം തന്നെ നമ്മൾ തൊഴിലാളികളിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അതിനുവേണ്ടി ഈ PCC എന്ന് പറഞ്ഞ് ഒരു നിയമം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വഴി ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് നമുക്ക് 1000 രൂപ, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തെ ശമ്പളമാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു നിയമം നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിലോ ജോലിയിലോ ഈ മേഖലയിൽ വരുന്നില്ല. പിന്നെ ഈ സമരത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ സമരം മന്ത്രിയുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു. ചില മുതലാളിമാര് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കരിങ്കാലികൾ തന്നെ വിളിക്കണം, അവര് ചിലപ്പോൾ സമരം പൊളിക്കാൻ വേണ്ടി, നമ്മളെ മോശക്കാരാക്കുന്നതിന് വേണ്ടി, നമ്മൾ തൊഴിലാളികളെ മോശക്കാരാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അവർ നമ്മളോട് ബസ്സിൽ ജോലി ചെയ്യാൻ വേണ്ടി, ഈ സമരത്തിന്റെ അന്ന് ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. നമ്മൾ അന്നൊരു മനസ്സിലാക്കേണ്ടതാണ്, അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് വരുന്നത്. നമ്മളിപ്പോൾ സമരം ചെയ്യുന്ന മുതലാളിമാർക്ക് അവര് നമ്മളുടെ പ്രസ്ഥാനം നിലനിന്നു പോകുന്നതിനും നമ്മൾക്ക് തൊഴിൽ മേഖല എന്നും നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് അവര് സമരം ചെയ്യുന്നത്. നമ്മളോട് സമരം പൊളിക്കാൻ ആഗ്രഹിക്കുന്ന മുതലാളിമാർ ബസ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ തൊഴിലാളികൾ നിർബന്ധപൂർവം പറയണം, ഞങ്ങൾക്ക് ആ സമരം ചെയ്തിട്ട് കരിങ്കാലി പണി കാണിച്ചിട്ട് ഞങ്ങളുടെ തൊഴിൽ മേഖല നശിപ്പിച്ചിട്ട് ഞങ്ങൾ ജോലി ചെയ്യുകയില്ല, ഞങ്ങൾ ഒരിക്കലും ജോലി ചെയ്യില്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് മുതലാളിമാർ സമരം ചെയ്യുന്നതിന് ഞങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ തന്നെ ഒപ്പം നിൽക്കുമെന്ന് നമ്മൾ തൊഴിലാളികൾ എല്ലാവരും ഉറച്ച് ഒരു തീരുമാനം എടുക്കണം. ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ തൊഴിലാളികളും ഈ സമരത്തിന് അണിനിരക്കുകയും വേണം.